7.600 സെന്റിൽ മനോഹരമായി ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്ന അൾട്രാ ലക്ഷൂറിയസ് ആർക്കിടെക്ചറൽ വീടിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം കാട്ടുപടിയിലാണ്. വിശാലമായൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ മുൻപേ സൂചിപ്പിച്ചത് പ്രകാരം 7.600 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഫാമിലി ഫോർമൽ ലിവിംഗ് ഏരിയകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ രാജകീയ ഭവനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. 2018-ലെയും 19-ലെയും പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് മുൻഭാഗം വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ മനോഹരമായിട്ടാണ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും അധികം സ്ഥലലഭ്യതയുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടിന്റെ ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലും മുൻഭാഗത്തുമായി 5-ലധികം വലിയ SUV-കൾ സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ്. മനോഹരമായിട്ടുള്ളൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് നൽകപ്പെട്ടിരിക്കുന്നത്. ഡബിൾ എലവേഷനോടുകൂടി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഈ വില്ല കമ്മ്യൂണിറ്റിയുടെ മറ്റു വീടുകളിൽ നിന്നെല്ലാം അപേക്ഷിച്ച് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഈ വീടിന്റെ 3 ഭാഗവും നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രൈവസി ലഭ്യമാക്കുന്ന രീതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വീടിന്റെ മുൻഭാഗത്തും വീടിന്റെ ഇടതുഭാഗത്തുമായി ഇന്റേണൽ റോഡും വീടിന്റെ വലതുഭാഗത്തായി മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു പച്ചപ്പ് നിറഞ്ഞ പാടവുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇരട്ട മെയിൻ ഗേറ്റുകളാണ് നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. ഏതൊരു വലിയ വാഹനവും സുഖമായി കയറ്റുവാനും ഇറക്കുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിന്റെ മനോഹരമായിട്ടുള്ള ഫാമിലി ലിവിംഗ് ഏരിയ ഭാഗത്തിന്റെ എൻട്രൻസ് ആണ്. ഭംഗിയാർന്നിട്ടുള്ള സ്റ്റോൺ വർക്കുകളെല്ലാമാണ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. വിശാലമായിട്ടുള്ള സിറ്റൗട്ടിൽ നിന്ന് ഒറ്റപ്പാളിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക ഈ പ്രൗഢഗംഭീര രാജകീയ ഭവനത്തിന്റെ ലക്ഷൂറിയസ് വിശദാംശങ്ങളിലേക്കാണ്. ഡബിൾ ഹൈറ്റഡ് ആയി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസ് ആയി കണക്കാക്കാവുന്ന ഈ ഭാഗം ഡബിൾ ഹൈറ്റഡ് ആയി വളരെ മനോഹരമായിട്ടാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും. ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ മനോഹരമായിട്ടുള്ള വലിയൊരു സോഫയും നമുക്കായി ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻഭാഗത്തെ ഭിത്തിയിലായി TV യൂണിറ്റിനുള്ള ഒരു പ്രൊഫഷനും ടെക്സ്ചർ വർക്കുകളോട് കൂടി ഇപ്പോഴേ വിട്ടു നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ മുൻപേ സൂചിപ്പിച്ച പ്രകാരമുള്ള ഫാമിലി ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. വളരെ മനോഹരമായി ജാളി വർക്കുകളോടും ഒരു വാട്ടർ ഫൗണ്ടനുകളോടുമെല്ലാം ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ്. വിശാലമായിട്ടുള്ള ഡബിൾ ഹൈറ്റഡ് ഏരിയയ്ക്ക് താഴ്ഭാഗത്തായിട്ടാണ് ഈ ഭാഗവും വളരെ രാജകീയമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. സാറ്റിൻ മാറ്റ് ഫിനിഷിലുള്ള ടൈലുകളാണ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത്. ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് ഡയറക്റ്റ് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഗ്ലാസ് പാർട്ടീഷൻ കടന്നാൽ നമുക്ക് മനോഹരമായിട്ടുള്ള വാഷ് കൗണ്ടറും ഈ ഭാഗത്ത് ലഭ്യമാണ്. ഇതാണ് നമ്മൾ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ച് വീടിന്റെ വലതുഭാഗത്തുള്ള മനോഹരമായിട്ടുള്ള പാടം പ്രദേശം. മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് നേരെ നമ്മൾ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള കിച്ചൺ ഭാഗത്തേക്കാണ്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ വളരെ പ്രൗഢഗംഭീരമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ മൾട്ടിവുഡ് കൊണ്ടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസുകളും നമുക്ക് കാണുവാനായും കഴിയും. ഭംഗിയാർന്നിട്ടുള്ള വലിയൊരു ഇലക്ട്രിക് ചിമ്മിണിയും ഈ കിച്ചണിൽ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. കിച്ചണിൽ നിന്ന് നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അവിടെ നിന്ന് നമ്മളിനി വീട്ടിൻ്റെ കുടിവെള്ള സ്രോതസ്സായ പ്രധാന കിണറാണ് കാണുവാനുള്ളത്. ഈ വീട്ടിൽ നിന്ന് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും 600 മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 2.25 കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് 7 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് 12 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 17 കിലോമീറ്ററുമാണ് വഴി ദൂരം വരുന്നത്. നമുക്കിനി വീടിൻ്റെ കൂടുതൽ ഇന്റീരിയർ വർത്തമാനം
വർത്തമാനങ്ങളിലേക്ക് തന്നെ തിരികെ പോകാം. വീഡിയോയുടെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ ഈ വീട്ടിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം ഫുള്ളി ഫർണിഷ്ഡ് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും. മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും ഭംഗിയാർന്നിട്ടുള്ള റോമൻ കർട്ടൻസുമെല്ലാം ഉൾച്ചേർത്ത് വളരെ രാജകീയ പ്രൗഢിയിലാണ് ഈ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു AC-യും നമുക്ക് ഈ ബെഡ്റൂമിലായി വെച്ച് നൽകിയിട്ടുമുണ്ട്. വളരെ വലിയ വാർഡ്രോബാണ് നമുക്ക് ഈ ബെഡ്റൂമിൽ കാണുവാനായി കഴിയുക. മുൻപേ സൂചിപ്പിച്ച പ്രകാരം 4 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബെഡ്റൂമിൽ കാണുവാനായി അവശേഷിക്കുന്നത് ഈ വീടിൻ്റെ ബാത്റൂമുമാണ്. ജാഗ്വാർ ഐറ്റംസ് ആണ് സാനിറ്ററി ബ്രാൻഡുകളായി ഈ വീട്ടിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മാർക്കറ്റിൽ ലഭ്യമായ ഉന്നത ഗുണനിലവാരത്തിലുള്ള സാധന സാമഗ്രികൾ ഉപയോഗിച്ച് മാത്രമാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 40ഓളം വിവിധ ബഡ്ജറ്റിലുള്ള വീടുകളാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ 2-3 വീടുകളിൽ ഒഴിച്ച് ബാക്കി എല്ലാ വീടുകളിലും ഇതിനോടകം തന്നെ താമസം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. IT പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, വക്കീൽമാർ എന്നീ തുടങ്ങിയ ജീവിതത്തിൻ്റെ എല്ലാ വിവിധ മേഖലകളിലുമുള്ള പ്രൊഫൈലിലുമുള്ള ആളുകൾ ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നതുമാണ്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് നേരെ പ്രവേശിക്കാം. വളരെ രാജകീയ പ്രൗഢിയിൽ തന്നെയാണ് ഈ 2ാമത്തെ ബെഡ്റൂം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വാർഡ്രോബുകളും ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും ടെക്സ്ചർ വർക്കുകളും അടക്കം നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് പാർട്ടീഷനും നമുക്കായി കാത്തിരിക്കുന്നുണ്ട്. ഈ ഗ്ലാസ് പാർട്ടീഷൻ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക നമുക്ക് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് ആക്സസ് ലഭിച്ച വിശാലമായിട്ടുള്ള പാടം പ്രദേശത്തേക്കാണ്. മനോഹരമായിട്ടുള്ള ഗ്രാമീണ ഭംഗി ആസ്വദിക്കുവാൻ സൗകര്യം ലഭിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകപ്പെട്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള വുഡൻ പാറ്റേണോട് കൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്റ്റെയറിൽ കൈവരികൾക്കായി വിശാലമായിട്ടുള്ള വുഡൻ പാനലിങ്ങും ഭംഗിയാർന്നിട്ടുള്ള ടഫ് ആൻഡ് ഗ്ലാസുമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. സ്റ്റെയറിലൂടെ നമ്മൾ മധ്യഭാഗത്തെത്തിയാൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ബാൽക്കണി കൂടി നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഏകദേശം 3ലധികം ബാൽക്കണികളാണ് ഈ വീട്ടിൽ ഡെഡിക്കേറ്റഡ് ആയി നൽകപ്പെട്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്നും നേരത്തെ സൂചിപ്പിച്ച പ്രകാരമുള്ള പാടം പ്രദേശത്തിന്റെ മനോഹാരിത നമുക്ക് ആസ്വദിക്കുവാൻ കഴിയുന്നതാണ്. ഭംഗിയാർന്നിട്ടുള്ള ഷാൻലിയറുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വർത്തമാനങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ഫ്ലോറിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മീഡിയ റൂം നൽകപ്പെട്ടിരിക്കുന്നു. ഈ മീഡിയ റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. വളരെ എസ്തറ്റിക്കായി ഭംഗിയാർന്നിട്ടുള്ള പാറ്റേണോട് കൂടിയിട്ടാണ് ഈ വീടിൻ്റെ എല്ലാ ഭാഗവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഏതൊരു വലിയ TVയെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിട്ടാണ് ഈ വീടിൻ്റെ മീഡിയ റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളിലേക്ക് പ്രവേശിക്കാം. ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിനോട് തൊട്ടുമുകളിലായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും മുൻപേ സൂചിപ്പിച്ച പ്രകാരമുള്ള വലിയ ഗ്ലാസ് പാർട്ടീഷനുകൾ നമുക്ക് കാണുവാനായി കഴിയും. ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗും വലിയൊരു വാർഡ്രോബും നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഗ്രാമീണ ഭംഗി ആവോളം ആസ്വദിക്കുവാൻ കഴിയുന്ന ഈ ബാൽക്കണിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ അവസാനത്തേതും 4ാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിന് മുകൾ ഭാഗത്തായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചറൽ ഡിസൈനോട് കൂടിയിട്ടാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് പാർട്ടീഷൻ കടന്നാൽ നമുക്ക് വലിയൊരു ബാൽക്കണി ഭാഗവും സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഈ ഭാഗത്തായി നിരവധി വീടുകളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കിളിവാതിലെല്ലാം സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. ഈ ഭാഗത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് ഫോർമൽ ലിവിംഗ് ഏരിയ ഭാഗത്തെ ദൃശ്യങ്ങൾ കാണുവാനായി കഴിയും. ഇനി നമുക്ക് ഈ ആർക്കിടെക്ചറൽ വിസ്മയത്തിന്റെ വിലയിലേക്ക് പ്രവേശിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിൽ 7.600 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2450 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ, ഫോർമൽ ലിവിംഗ്, ഫാമിലി ലിവിംഗ് സൗകര്യങ്ങളോടും കൂടി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക
1,69,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളുമാണ്. ഈ ലക്ഷൂറിയസ് വീടിന് ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതുമാണ്. ഈ ഭംഗിയാർന്ന ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക.